അങ്ങനെ വളരെയധികം പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്ന ആലപ്പുഴ ജിങ്കാന എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. വ്യാഴാഴ്ചയാണ് സിനിമ റിലീസാവുന്നത്. വ്യാഴാഴ്ച വേറെയും സിനിമകൾ റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. 3 സിനിമകൾ കാണുകയും അതിൻ്റെ 3ൻ്റെയും വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളിയാഴ്ച, അതായത് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട്, ഞാൻ നല്ല ഹൈപ്പിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച കാണാമെന്ന് വെച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ വെള്ളിയാഴ്ച മുതൽ അങ്ങോട്ട് തിയേറ്ററിലേക്ക് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അസൗകര്യം എൻ്റെ പുറകെ കൂടുകയും ആ അസൗകര്യത്തിൻ്റെ ഭാഗമായി പോകാൻ പറ്റാതിരിക്കുകയും ചെയ്തിട്ട് തിങ്കളാഴ്ച വിഷുവിൻ്റെ അന്നാണ് ഞാൻ തിയേറ്ററിൽ പോയി പടം കാണുന്നത്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന നസ്ലൈനൊക്കെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ. പക്ഷേ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ റിങ്ങിൽ വെച്ചുള്ള 3 ഫൈറ്റ്, അതിലത്തെ ചില എലമെൻറ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് ഫൈറ്റ് വരുന്നുണ്ട്. പിന്നെ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3-4 ഇടങ്ങളിൽ വന്നൊരു ചിരി, അതിൽ 1-2 ചിരി നല്ല ഉഗ്രം ചിരിയായിരുന്നു. പക്ഷേ അത്രയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് അനുഭവം മാത്രമായിട്ടാണ് ആലപ്പുഴ ജിങ്കാന ഫീൽ ചെയ്തത്. ചിലപ്പോൾ എൻ്റെ പ്രതീക്ഷകൾ വളരെ ഹൈ ആയതുകൊണ്ടായിരിക്കും. ഒന്നെങ്കിൽ കുറേ ചിരിക്കാനുണ്ടാവും എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഈ ബോക്സിംഗ് എനിക്ക് എന്നും ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ വളരെ രസമുള്ള കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ മാച്ച് നമ്മൾ ഫീൽ ചെയ്യുന്നത് പോലെ അങ്ങനെ ഉണ്ടാവുമെന്നും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ഇവർ ബോക്സിങ്ങിന് പോകുന്നു എന്നുള്ളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യമാണെന്ന് കാണിച്ചിരുന്നെങ്കിലും ഈ കഥയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോകുമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ചേഞ്ചോ ഒരു ഇമ്പാക്റ്റോ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ വളരെ സിമ്പിളാണ്. സംവിധായകൻ ഖാലിദ് റഹ്മാൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആലപ്പുഴയിലുള്ള കുറച്ച് പിള്ളേർ, അവന്മാർ തല്ലുണ്ടാക്കാൻ പോയി തല്ല് കിട്ടുമ്പോഴാണ് ബോക്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം, അപ്പോൾ നമുക്ക് സ്പോർട്സ് കോട്ടയിൽ കയറാൻ പറ്റും എന്നൊക്കെയുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ബോക്സിംഗ് പഠിക്കാൻ പോകുന്നു. പിന്നെ അവർ ബോക്സിംഗ് പഠിക്കുമോ ഇല്ലയോ, ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് അവരെ കാത്തിരിക്കുന്ന വലിയ ടൂർണമെൻറ്റുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ പോകുന്നു, എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമ വളരെ പോസിറ്റീവായി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരേ പേരുള്ള 2 കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടത്തിൽ വലിയ ആൾക്ക് വലുത് എന്നും ചെറിയ ആൾക്ക് ചെറുതെന്നും ചേർത്തിട്ട് നമ്മളൊരു പേരിടും. ഇപ്പോൾ 2 അഖിലുണ്ടെങ്കിൽ ഒരു വലിയ അഖിലും ഒരു ചെറിയ അഖിലും ഉണ്ടാവും. ചിലപ്പോൾ അത് ഈ വലിപ്പ ചെറുപ്പത്തിൻ്റെ പേരിലായിരിക്കില്ല, തടിയുടെ പേരിലായിരിക്കും, അവരുടെ വണ്ണത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, അങ്ങനെയൊക്കെ ഒരേ കൂട്ടമായിരിക്കും. 2 പേരെ നമ്മൾ സ്നേഹത്തോടെ തന്നെ ഡീൽ ചെയ്യുന്നത്. പക്ഷെ വിളിക്കുമ്പോൾ 2 പേരെയും തമ്മിൽ തിരിച്ചറിയാൻ ഇങ്ങനെ ചില പദപ്രയോഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതും അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതും എനിക്ക് നല്ല രസമായിട്ട് തോന്നി. സിനിമയിൽ ഒരു വലിയ ആശ്വാസമായിരുന്നു അത്. മറ്റൊരു വലിയ ആശ്വാസം സിനിമയുടെ സംഗീതമായിരുന്നു. ഒരളവ് വരെ സിനിമ ഇങ്ങനെ ജിൽ നിന്ന് നമ്മളെ പിടിച്ചിരുത്തുന്നതിൽ ഇതിൻ്റെ സംഗീത വിഭാഗം വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസും രസമൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇമ്പാക്റ്റ് ഫീൽ ചെയ്ത 2-3 റിംഗ് ഫൈറ്റുകളുണ്ട്. അതിലെ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ അനഘ, അവരുടെ മൂവ്മെൻറ്റ്സും എക്സ്പ്രഷൻസും ഒക്കെ കൊണ്ട് അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഒരു ഫൈറ്റ്. പക്ഷെ അത് അത്രയേ ഉണ്ടായിരുന്നുള്ളല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നസ്ലൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലെ നസ്ലൈൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ഒരു 80s 90s ആ ഒരു സമയത്തൊക്കെ ഇറങ്ങിയ കുറേ മുകേഷ് സിനിമകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഈ മുകേഷിൻ്റെ ഒരു സാധനമൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകളാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ വളരെ യങ്ങറായിട്ടുള്ള ഒരു വേർഷൻ. പിന്നെ ബാക്കിയുള്ള പയ്യന്മാരാണെങ്കിലും എല്ലാവരും അത്യാവശ്യം ഒരു വൈബുണ്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ എക്സ്പ്രഷനിലൊക്കെ. പക്ഷേ അതിനെ അങ്ങോട്ട് യൂസ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. പടം മുഴുവൻ കണ്ടു തീരുമ്പോഴും ബോറടിച്ച് കുന്തം പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു എനർജിയും ഇല്ല, ഒരു വികാരമില്ല, ഒരു ജയപരാജയ ഫീലില്ല. നമ്മൾ ഈ ബോക്സിംഗ് റിലേറ്റഡ് സിനിമകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കൂട്ടുകാർ കൂടി ഒരുമിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരാളായിട്ട് നമ്മളും കൂടി ചേരുകയാണ്, നമ്മുടെയും കൂടി ജയമായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ നമ്മുടെയും കൂടി പരാജയമായിട്ട് മാറുകയാണ്. അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. ഇമോഷണൽ കണക്ട് കുറച്ചൊന്ന് ഫീൽ ചെയ്ത് വന്നത് ഗണപതി ചെയ്തിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പക്ഷേ അതും എങ്ങും എത്താതെ എന്തൊക്കെയൊക്കെയോ ആയി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല ബോക്സിംഗ് ഫെഡറേഷൻ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ആലപ്പുഴ ബോക്സിംഗ് അവസ്ഥ എന്താണെന്നുള്ളത്. കാരണം വഴിയെ പോകുന്നവനൊക്കെ ചുമ്മാ 50 റൗണ്ട് വെച്ച് ഓടി 4 ദിവസം പ്രാക്ടീസ് ചെയ്ത് 1-2 പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ വരെ മത്സരിക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ബോക്സിംഗ് അവസ്ഥയുള്ളതെന്ന് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. പലപ്പോഴും ഈ അണ്ടർഡോഗ്, അതായത് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നവൻ അട്ടിമറിച്ച് വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഫീലൊക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതും എനിക്ക് ഫീൽ ചെയ്തില്ല. ആൻഡ് സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, ഇതൊന്നും കണ്ടിട്ട് ആർക്കും മതവികാരം വ്രണപ്പെട്ടില്ലല്ലോ എന്നായിരുന്നു. നല്ല കാര്യം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ സിനിമ എടുക്കാൻ പറ്റൂല, അപ്പം പൊട്ടി ഒലിക്കാൻ പാകത്തിന് വ്രണം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ മതവികാരികൾ. സിനിമ തുടങ്ങുമ്പോൾ +2 പരീക്ഷ
പാസ്സാവില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന കുറച്ച് കൂട്ടുകാരെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഒരു കോൺവെർസേഷനാണ് സത്യം പറഞ്ഞാൽ അപ്പം തന്നെ ഞാനൊന്ന് ഡൗൺ ആയി. കാര്യം അവിടെ ആ പറയുന്ന ഡയലോഗുകളിലാണെങ്കിലും അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡാണെങ്കിലും ഒന്നും വർക്കാവുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടേ ഒരു ലോ ഫീലിൽ പൊയ്ക്കൊണ്ടിരുന്ന് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഹൈ കിട്ടിയത് 1-2 ചിരികളിലും പിന്നെ നേരത്തെ പറഞ്ഞ റിംഗ് ഫൈറ്റ് പരിപാടികളിലുമാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നിരാശയെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ആവറേജ് അനുഭവം. അതിനപ്പുറത്തേക്ക് ആലപ്പുഴ ജിംഖാൻ എനിക്കൊന്നും തന്നിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. തിയേറ്ററിൽ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.